നമസ്കാരം. മഴ വീണ്ടും കലിതുള്ളിയെത്തും. മഴ മുന്നറിയിപ്പ് എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും വ്യാപകമായി മഴ ലഭിക്കും. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ പുതിയ ന്യൂനമർദ്ദപാതി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മഴ കനക്കുന്നത്. വടക്കൻ ജില്ലകളിലും ഇടിമിന്നലിന് സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. മുന്നറിയിപ്പിൽ പറയുന്നത് കേരളത്തിൽ അടുത്ത 7 ദിവസവും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. വരുന്ന 3 ദിവസവും കേരളത്തിൽ മിക്കയിടത്തും ശക്തമായ മഴ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത പറഞ്ഞിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. വടക്ക് ദിശയിൽ ഒഡീഷ ബംഗാൾ തീരത്തേക്ക് സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഇന്ന് രാത്രിയോടെ ഒഡീഷയിലെ പുരിക്കും ബംഗാളിലെ ദിഗയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിച്ചേക്കും. തുടർന്ന് ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് നീങ്ങാനാണ് സാധ്യത. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാതിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. കാലാവസ്ഥാ വകുപ്പിന്റെ സമീപകാല കണക്കുകൾ പ്രകാരം ജൂണിൽ മൺസൂൺ മഴ കുറഞ്ഞു. സെപ്റ്റംബറിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. മൺസൂൺ മാസങ്ങളിൽ ഉയർന്ന താപനിലയും കിഴക്കൻ ഇന്ത്യയിൽ വരണ്ട ദിവസങ്ങളുടെ എണ്ണം കൂടുന്നതുമാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ വൻ കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വെള്ളപ്പൊക്ക സാധ്യത നിലനിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് വരൾച്ച അനുഭവിക്കുകയാണ്. മറ്റു ചില സംസ്ഥാനങ്ങൾ തിരിച്ചു പ്രതിസന്ധി നേരിടുകയാണ്. IPE ഗ്ലോബൽ എസ്ട്രി ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഗുജറാത്തിലെ 80% ജില്ലകളിൽ വെള്ളപ്പൊക്കവും പ്രളയക്കെടുതിയും വർദ്ധിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലും ക്രമരഹിതമായ മഴയും ഓം പർവ്വതത്തിലെ മഞ്ഞുപാളികൾ അപ്രത്യക്ഷമായത്, മേഘവിസ്ഫോടനം തുടങ്ങിയവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം വരൾച്ച രൂക്ഷമാവുകയാണ്. ഉഷ്ണതരംഗ ദിവസങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് ഇതിനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടായിരുന്ന 149 ജില്ലകളിൽ ഇന്ന് വരൾച്ചാ ഭീഷണിയാണ്. വരൾച്ച നേരിട്ടിരുന്ന 110 സംസ്ഥാനങ്ങളാണ് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നതെന്ന് എടുത്തു പറയണം. 85% ജില്ലകൾ വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലി, ഉഷ്ണതരംഗ ഭീഷണികൾ നേരിടുന്നവയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 0.6 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നതാണ് 10ൽ 9 ഇന്ത്യക്കാരെയും തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വിധേയരാക്കുന്നത്. ബീഹാർ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ 60% ജില്ലകൾ ഒന്നിലധികം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വിധേയമാകുന്നുവെന്നാണ് IPE ഗ്ലോബലിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. 2036ഓടെ 1.47 ബില്യണിലധികം ഇന്ത്യക്കാരും കാലാവസ്ഥാ വ്യതിയാനത്തിന് വിധേയരാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.